കഴിഞ്ഞ വീഡിയോയിൽ US നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് വന്നതും നാട്ടിലെത്തി ഫാമിലിയെ മീറ്റ് ചെയ്തതും ഒക്കെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളുള്ളത് നാട്ടിലാണ്, നാട്ടിലെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറേ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഇവിടുത്തെ ചക്കയും മാങ്ങയും മലയും പുഴയും അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം രാവിലെയാണ്. നേരം വെളുത്തിട്ട് ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല, പക്ഷേ വെയിലൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇപ്പം വെയിലൊക്കെ അതിരാവിലെയും എത്തുവാണല്ലോ. അപ്പം മുറ്റത്ത് പപ്പ കൊക്കോ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ മല്ലിയും മുളകൊക്കെ പൊടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മല്ലി പോയി വാങ്ങിയിട്ട് വന്നായിരുന്നു ഇന്നലെ ഞാനും പപ്പയും ജോയൊക്കെ പോയിട്ട്. അപ്പോൾ അതിവിടെ ഞാൻ കഴുകി വാരി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി അത് നിരത്തി ഉണങ്ങിയെടുക്കണം. അതുപോലെ ഇവിടെ കാശ്മീരി ചില്ലി വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതും വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് പപ്പ മലയിൽ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞത്. ഞങ്ങൾക്ക് മലയിൽ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ പപ്പ രാവിലെ അവിടേക്ക് പോയതായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. കൃഷികളെന്ന് പറഞ്ഞാൽ കൊക്കോ, കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ പപ്പേനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ആ മലയുടെ മുകളിൽ വരെ റോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ റോഡാണെങ്കിലും അത്യാവശ്യം വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് വരെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ രാവിലെ പോയതാണ്. നോർമലി ജോയൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ ജോയും കൂടെ പോകാറുണ്ട്. ഒരു തവണ മാത്രമാണ് ഞാൻ ആ മലയുടെ മുകളിൽ പോയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇങ്ങനെ റോഡ് വഴിയല്ല, അതിങ്ങനെ മല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കയറുമായിരുന്നു. കാടിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഇങ്ങനെ കയറുമായിരുന്നു. അങ്ങനെ ഒരു തവണയാണ് ഞാൻ ആകെ ആ സ്ഥലത്ത് പോയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം വണ്ടി ഉള്ളത് കൊണ്ട് കൊച്ചുണ്ട് ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോവാണ്. പപ്പേനെ കൂട്ടിക്കൊണ്ട് വരണം. പപ്പയുടെ കയ്യിലാണെങ്കിൽ കുറച്ച് കൊക്കോ, കുരുമുളക്, ചക്ക, മാങ്ങ അങ്ങനെ സാധനമൊക്കെ ഉണ്ടാകും. അപ്പോൾ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ കുറേ സമയം എടുക്കും, പോരാത്തതിന് മടുക്കും. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇന്ന് സമയം കിട്ടാത്തത് കൊണ്ടാണ് രാവിലെ ആരും പപ്പയുടെ കൂടെ പോകാണ്ടിരുന്നത്. അല്ലെങ്കിൽ ജോയൊക്കെ സ്ഥിരമായിട്ട് മലയ്ക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞങ്ങളങ്ങനെ മലയുടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല എന്താ പറയുക, നല്ല കുത്തനെയുള്ള മലയാണ്. റോഡ് ഇങ്ങനെ വെട്ടിയതുകൊണ്ടാണ് അധികം കുത്തനെ തിരിയാത്തത്. മുകളിലെത്തിക്കഴിയുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. കാരണം കുറേ ഹൈറ്റിലെത്തും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏരിയ നമുക്ക് കാണാൻ പറ്റും. പോരാത്തതിന് നമ്മൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല മലകളും കുന്നുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മുടെ പക്രന്തോളം ചുരം അറിയാവുന്നവർക്കറിയാം. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്നത്. പക്രന്തോളം ചുരം ഇറങ്ങി താഴോട്ട് വരുമ്പം പൂതമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഏതാണ്ട് ആ ഒരു ചുരത്തിൻ്റെയൊക്കെ ആ ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കയറി പോകേണ്ടി വരിക. വേറൊരു മലയാണ്, ആ ചുരമല്ല, പക്ഷേ വേറൊരു മലയാണ്. അപ്പോൾ അതാണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു റോഡാണ്. വേറൊരു വണ്ടി ഓപ്പോസിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലത്ത് ഈ വണ്ടി കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ചിലപ്പം മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സൈഡിലുള്ള കല്ലൊക്കെ സൈഡിലോട്ടൊക്കെ പെറുക്കി മാറ്റി അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തി. പപ്പ ഏതാണ്ട് ഞങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പപ്പയുടെ കുറേ സാധനങ്ങളൊക്കെ പപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. താഴേന്നാണ് കയറ്റിക്കൊണ്ട് വന്നത്. താഴെയാണ് നമ്മുടെ സ്ഥലം ഉള്ളത്. ഈ ഇപ്പം നിൽക്കുന്നതിൻ്റെ താഴെ ലെവലിലോട്ടാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് മുകളിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഈ താഴേക്ക് കാണുന്നതാണ് ഞങ്ങളുടെ സ്ഥലം. ഞാൻ ഇത്രയും മുകളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ താഴേന്ന് നടന്ന് വന്നെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഒരു പകുതി ഭാഗം വരെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു മിഡിലേ വന്നിട്ടുള്ളൂ. മുകളിലേക്ക് ഞാൻ കയറി വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ മുകളിൽ വരെ റോഡ് എത്തിയതുകൊണ്ടാണ് ഞാൻ ഈ മുകൾ വശം വരെ എത്തിയത്. മുകളിലേക്ക് ഉണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. മുകളിൽ മുതൽ താഴെ വരെ ഇങ്ങനെ ഒറ്റ ചെരിഞ്ഞ് വലിയൊരു മലയാണ് കേട്ടോ. അപ്പോൾ കയറി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ റോഡ് വഴി സൈഡിൽ കൂടെ ചെരിഞ്ഞ് കയറി വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇതാണ്ട് പപ്പ എടുത്ത് വെച്ചിരുന്ന കൊക്കോയും കുരുമുളകും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഡിക്കിയിൽ വെച്ചിട്ട് ഒരു ചക്കയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുരുമുളകാണിത്. പിന്നെ എന്താണ് കൊക്കോയുണ്ട്, പിന്നെ കുറച്ച് മാങ്ങയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പപ്പേനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആയിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. ഇതേ ഈ വീടിന് തൊട്ടിപ്പുറത്ത് ഈ സ്ഥലം കാണുന്നില്ലേ, വീട് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല, കുറച്ച് മുകളിലാണ്. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന വീട്. എന്നിട്ട് പിന്നെ അതിന് ശേഷമാണ് താഴെ നമ്മൾ വീടൊക്കെ പണിത് അങ്ങോട്ടേക്ക് മാറിയത്. അത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അതേ ഇവിടുന്ന് റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വീടെത്തും, ഇപ്പോൾ എത്തും കേട്ടോ, അത്ര അടുത്താണ്. അങ്ങനെ ഇതാണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇതാണ്ട് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത്. പിന്നെ മാങ്ങ, ചക്ക അതെല്ലാം കൊണ്ടുവന്ന് തിണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല പച്ച മാങ്ങയായിരുന്നു, എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ടോ. ഇത് നമുക്ക് ഉണങ്ങിയെടുക്കണം കുറച്ച്. പിന്നെ നമ്മുടെ ഉണങ്ങാനിട്ടിരുന്ന മല്ലിയും മുളകൊക്കെ ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. പപ്പ പാൽ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. വൈകുന്നേരം ആയി, അതുകൊണ്ട് നമുക്കിതേ മല്ലിയും മുളകൊക്കെ വാരി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളകെല്ലാം കൂടെ ഞാൻ വാരിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയുണ്ട് കൂടെ. പിന്നെ ഇന്ന് കൊണ്ടുവന്ന മാങ്ങ കുറച്ച് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് ചെത്തി കുറച്ച് ഉപ്പൊക്കെ തേച്ച് വെക്കണം. എന്നിട്ട് വേണം അത് ഉണങ്ങാൻ വേണ്ടി വെയിലത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. നാട്ടിൽ വന്നാൽ പിന്നെ ചക്ക മാങ്ങയുടെയൊക്കെ ഒരു ഫുള്ള് എപ്പോൾ നോക്കിയാലും ചക്കയും മാങ്ങയുടെയൊക്കെ ഒരു കളിയായിരിക്കും. എപ്പോഴും ഉണ്ടാവും വീട്ടിൽ ചക്കയോ മാങ്ങയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചക്കപ്പുഴുക്ക്, ചക്കപ്പഴം, മാങ്ങാപ്പഴം ഇങ്ങനെയാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചക്ക വറക്കണം, ചക്ക വേവിക്കണം, മാങ്ങ ഉപ്പിലിടണം, മാങ്ങ വെയിലത്തിടണം, ഇങ്ങനത്തെ കുറേ പണികളുണ്ടാവും. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ഡെയിലി വീട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ചക്ക വേവിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരുക്കിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ചക്ക വറുത്തതാണ് ഇഷ്ടം. കൊച്ചിനും അതെ മിക്കുവിനും അതെ ചക്ക വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടും കുറച്ച് അരിഞ്ഞ് വെക്കുന്നുണ്ട്, നീളത്തിലരിഞ്ഞ് അതും മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് രാത്രിയിൽ വറക്കും കൂടെ വേണം. അങ്ങനെ നമ്മുടെ ചക്ക ഇതാണ്ട് അടുപ്പയിലാണ്, അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്നുകൂടെ ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കി എടുത്താൽ മതി. ചക്ക വേവിച്ചത് അടിപൊളിയായിട്ട് റെഡിയാകും. അങ്ങനെ ഇതാണ്ട് പപ്പയാണ് ചക്ക ഇളക്കുന്നത്. കുറച്ച് വലിയ പാത്രമായിരുന്നു, കുറച്ചധികം ചക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പപ്പ വന്നിട്ട് ഇളക്കുവാണ്. പിന്നെ കോല എപ്പോഴും എനിക്കുള്ളതാണ് കേട്ടോ. എനിക്ക് ഈ ചക്ക ഇളക്കിയ കോലിലുള്ള ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്നും മേടിച്ച് കഴിക്കും. പിന്നെ ഇത് നമ്മുടെ ചക്ക വറക്കാനുള്ളത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഏതാണ്ട് ചക്ക വറുത്ത് തുടങ്ങി. അപ്പോൾ പപ്പയും ഉണ്ട് കേട്ടോ അടുക്കളയിൽ. ഞാനും പപ്പയും മമ്മിയും എല്ലാവരും കൂടെയാണ് ചക്ക വറക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോഴേക്കും എൻ്റെ കൈ കൊണ്ടുപോയി അതിനകത്ത് മുക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ കൊമളച്ചിരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് തിളക്കട്ടെ, എണ്ണ തിളച്ചിട്ടിടാൻ പപ്പേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇട്ടത് ചക്കയ്ക്ക് വരെ എൻ്റെ കൈയായിരുന്നു മുങ്ങിപ്പോയത്. അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട്. പിന്നെ ഉടനെ തേനൊക്കെ തേച്ചു കേട്ടോ. അതുകൊണ്ട് വലിയ കോമളക്കിയല്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ചെത്തിയ മാങ്ങ ഉപ്പൊക്കെ തേച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. നാളെ എടുത്തത് വെയിലത്തിടണം. അപ്പോൾ ഒരു രാത്രിയോ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നമ്മൾ ഉപ്പൊക്കെ തേച്ച് വെക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉപ്പുവെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് വേണം അതിനകത്ത് നിന്ന് വേണം വാരി വെയിലത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം രാത്രിയായി, കിടന്നുറങ്ങാനുള്ള സമയമായി. ഇനി നാളെയോ നാളത്തെ കഴിഞ്ഞോ മറ്റന്നാളോ ഏതെങ്കിലും ഒരു ദിവസത്തെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.